Hi friends, welcome back to Viniz world. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അച്ചാറാണ്. അതായത് കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറില്ലേ, അപ്പം തന്നെ കൂട്ടാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാർ അതാണ്. വടുകപ്പുളിയൻ നാരങ്ങ കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാണ് വടുകപ്പുളിയൻ നാരങ്ങ എന്ന് പറയുന്നത് കേട്ടോ. ഇനി വേറെ സ്ഥലങ്ങളിൽ വേറെ പേര് പറയുമോയെന്ന് അറിയില്ല. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ടായി, അപ്പം ഞാനത് ഓഫ് ചെയ്തു. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. നാരങ്ങ മുങ്ങിക്കിടക്കണ അത്രയും വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോൾ ചെറിയ പാത്രമാണല്ലോ, അതുകൊണ്ട് ഇതിനൊന്ന് തിരിച്ച് കൊടുക്കാം. ഈ തൊലി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. ഇങ്ങനെയാണ് സദ്യക്ക് പാചകക്കാർ ഇത് ഉണ്ടാക്കണത്. ഇനി ഇതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ, വെള്ളത്തിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ടൊന്ന് തുടച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നടുവേ മുറിച്ചിട്ട് ഇതിനുള്ളിലുള്ളത് ഈ ഭാഗം കളയണം കേട്ടോ. എന്നിട്ട് കുരുക്കളും എല്ലാം കളയണം. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നാരങ്ങ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ മഞ്ഞ നാരങ്ങയാണ് കേട്ടോ വാങ്ങേണ്ടത്, പച്ച നാരങ്ങ വാങ്ങരുത് കേട്ടോ. പച്ച നാരങ്ങയുടെ തൊണ്ടിന് ഭയങ്കര കയ്പ്പായിരിക്കും. ഇതുപോലെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഉപ്പ് വേണ്ടി വരും, അപ്പോൾ നമ്മളത് പിന്നെ ഇടാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. 75 ഗ്രാം 100 ഗ്രാമൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എത്ര എണ്ണയുണ്ടോ അത്രയും നാളിത് കേടുകൂടാതിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. കൂടുതലിടുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. കുറേ വലിയ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് ഇട്ടേക്കണത്. ഇതിലേക്ക് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഉലുവ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചതായതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചതൊക്കെ ആയിരുന്നെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിൽ എണ്ണ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് ബബിൾസ് വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് വേഗം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അച്ചാർ കേടാവാതിരിക്കാൻ ഇത് സഹായിക്കും. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ 1 സ്പൂൺ ഇട്ട് കൊടുത്താണ്, എന്ന് പോരാതെ വരും. വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇടേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഇട്ടാലും മതി. എന്തായാലും ഇതിന് കുറച്ചൊരു കയ്പ്പുണ്ടാവുമല്ലോ, നാരങ്ങയല്ലേ, അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി, പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടി ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല. വെള്ളം ചേർക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ ഇത് ചീത്തയാവാതിരിക്കുമല്ലോ. ഇനി ഇതിന് ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഉപ്പില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടോടുകൂടി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അച്ചാറിന് കയ്പ്പ് വരും. അതുകൊണ്ടാണ് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കണത്.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സദ്യക്കാർ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുമായിരിക്കും. നമ്മൾക്കിത് കുറച്ച് ദിവസം വെച്ചേക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആവും അത്. പക്ഷേ ഇന്ന് തുടങ്ങി എടുക്കാനും ഇട്ട ഉടനെ തന്നെ എടുക്കാനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.